നമ്മുടെ പെണ്ണ് കാണലും ഉറപ്പിക്കലും വിരുന്നും എല്ലാം ഒരൊറ്റ ദിവസം തന്നെയായിരുന്നു. ആ ദിവസം തന്നെയാണ് നമ്മൾ താലിയും ചെറുക്കനുള്ള മോതിരവും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊന്ന് പരിചയിക്കപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ജ്വല്ലറിയിലോട്ടാണ്. ഓൾറെഡി ഞാൻ താലിയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സമയം കിട്ടുമ്പോൾ ഇഷ്ടപ്പെട്ട താലിയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചോളൂ, നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അത് കളക്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ താലി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. താലി മാല ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ താലിയാണ്. എൻ്റേത് ഒരു ഇൻ്റർ റിലീജിയൻ മാരേജ് ആയതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് താലി എടുക്കും, എങ്ങനെ എടുക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ കുറച്ച് പേർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാനും സച്ചുവും തമ്മിലുണ്ടായിരുന്ന ഡിസ്കഷനിൽ ആൾ പറഞ്ഞത് നിനക്ക് ഏതാണോ ഇഷ്ടം ആ മോഡൽ എടുത്തോളാനാണ്. അപ്പം ഞാൻ ദാ ഈ താലിയാണ് കേട്ടോ ചൂസ് ചെയ്തത്. വേറൊരു ദിവസം ഞാനും അമ്മയും കൂടെ പോയി സെലക്ട് ചെയ്ത് വെച്ചതാണ്. ഡയമണ്ട് താലിയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വളരെ ടൈനിയാണ്, ഒരു കുഞ്ഞു താലിയാണ് കേട്ടോ. അന്ന് എല്ലാവർക്കും ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരിട്ട് ഇപ്പോഴാണ് കേട്ടോ എല്ലാവരും കാണുന്നത്. അങ്ങനെ ഞങ്ങൾ താലിക്ക് കളക്ട് ചെയ്തു. പിന്നെ എൻ്റെ മോതിരം ഓൾറെഡി പണിയിപ്പിച്ച് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആളുടെ മോതിരം ഇന്നത്തെ ദിവസമാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ കല്യാണ കാര്യത്തിൽ തുടക്കം മുതൽ ഇപ്പം വരെ ആചാരങ്ങളെക്കാൾ നമ്മുടെ സൗകര്യങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയായിരുന്നില്ലേ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നിങ്ങൾ ഡൗട്ട് അടിച്ചാലും ആക്ച്വലി ഇത് നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ ഇഷ്ടത്തിനും ആണ് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് മോതിരവും കളക്ട് ചെയ്തു, താലിയും കളക്ട് ചെയ്തു. ഇപ്പോൾ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു. തുടക്കവും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ അവതരിപ്പിക്കുമ്പോഴും രണ്ട് വീട്ടുകാർക്കും അങ്ങനെ വലിയ എതിർപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് 8 years കഴിഞ്ഞു. ഈ ഇത്രയും വർഷം വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിലീസ് തമ്മിൽ നല്ല കണക്ഷനും ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു കേട്ടോ.